എല്ലാവർക്കും ട്രേഡേഴ്സ് എഡ്ജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് ബിഗിനേഴ്സിന് വേണ്ടി കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ബേസിക്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ അസറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ മ്യൂച്വൽ ഫണ്ട് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ മ്യൂച്വൽ ഫണ്ട് കുറച്ച് ടേംസ്, NAV, അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപരമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇത്തവണ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ ബേസിക് തന്നെയാണ്, പക്ഷേ കഴിഞ്ഞ തവണ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് അലോക്കേഷനും അതുപോലെയുള്ള അതിൻ്റെ ടേംസും കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അപ്പം നമുക്ക് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് എത്ര തരമുണ്ട്, ഏതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആയിട്ടാണ് അതിനെ തരം തിരിച്ചിട്ടുള്ളത്, ഈ കാര്യമാണ് ഞാൻ ഈ തവണത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ടും, ക്ലോസ്ഡ് എൻഡ് ഫണ്ടും, അതുപോലെ ഇൻ്റർവെൽ ഫണ്ട്സും. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ടിന് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവില്ല. ഏത് ടൈമിൽ നമുക്ക് ബൈ ചെയ്യാം, ഏത് ടൈമിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60% അല്ലെങ്കിൽ 59% എബോവ് ഉള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഓപ്പൺ എൻഡഡ് ആണ്. നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ടുകളാണ്. അതുപോലെ ക്ലോസ്ഡ് എൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു സ്റ്റിപ്പുലേറ്റഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ടൈമിങ്ങിൽ അതിൻ്റെ ഇനിഷ്യൽ ലോഞ്ച് പീരീഡ്, അതിനെ നമ്മൾ NFO, ന്യൂ ഫണ്ട് ഓഫർ, ആ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ്റർവെൽ മ്യൂച്വൽ ഫണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോംബോ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്പൺ എൻഡറിൻ്റെയും ക്ലോസ്ഡ് എൻഡറിൻ്റെയും ഒരു കോംബോ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇൻ്റർവെൽ. അതൊരു ഒരു പ്രീ ഡിഫൈൻഡ് ഇൻ്റർവെൽ ടൈം ഉണ്ടാവും. ആ ടൈമിലാണ് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു അസറ്റ് അലോക്കേഷൻ ബേസ് ചെയ്തിട്ട്, അതാണ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ടൈപ്സിലേക്ക് വരുന്നത്. അസറ്റ് അലോക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. ഫസ്റ്റ് വരുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മെയിനായിട്ട് ഷെയറുകൾ ബൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ട് അതിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഉണ്ടാക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അതിനെ തരംതിരിക്കുന്നത് ലാർജ് ക്യാപ്പ്, അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അതിനെ തന്നെ നമുക്ക് വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാം. ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന 100 കമ്പനീസ്, അതായത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന 100 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ ഈ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20,000 crores മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികൾ. അപ്പോൾ ആദ്യത്തെ NSEയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 100 കമ്പനീസിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടുതലുള്ള 100 കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മ്യൂച്വൽ ഫണ്ട്. നെക്സ്റ്റ് നമ്മൾ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ആദ്യത്തെ 100 കമ്പനി പറഞ്ഞു ലാർജ് ക്യാപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 100 മുതൽ 250 റാങ്കിൽ വരെ വരുന്ന കമ്പനീസിൽ ആദ്യത്തെ 100 കമ്പനി ലാർജ് ക്യാപ്പ്, അത് കഴിഞ്ഞ് 100 മുതൽ 250 റാങ്കിൽ വരുന്ന
കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് മിഡ് ക്യാപ്പ് സെക്ഷനിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട്. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ലാർജ് ക്യാപ്പിൽ ഒരു 20,000 കോടിയിൽ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഒരു 5,000 മുതൽ ഒരു 5,000 കോടി മുതൽ ഒരു 20,000 കോടി വരെ ആ റേഞ്ചിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 100 മുതൽ 250 റാങ്കിൽ വരുന്ന കമ്പനികളാണ് മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സുകൾ. അങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്ന സ്മാൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 100 കമ്പനി ലാർജ് ക്യാപ്പ്, 100 മുതൽ 250 വരെ മിഡ് ക്യാപ്പ്, നെക്സ്റ്റ് വരുന്ന 250 മുതൽ പ്ലസ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും. അപ്പോൾ ഏകദേശം ഒരു ലെസ് ദാൻ 5,000 ക്രോർസിന് താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഉണ്ടാക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇനി നമ്മൾ ഈ ഇക്വിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അസറ്റ് അലോക്കേഷനിൽ നെക്സ്റ്റ് വരുന്ന ഡെപ്റ്റാണ്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിൽ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകളിൽ അല്ലെങ്കിൽ ട്രഷറി ബിൽസിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ഫിക്സഡ് റിട്ടേൺ നൽകുന്നത്. ഇപ്പം ഒരു ബാങ്കുകൾ ഒരു ഫിക്സഡ് റിട്ടേൺ തന്നുകൊണ്ട് മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മണി ബോറോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കോർപ്പറേറ്റ് കമ്പനികൾ, വലിയ വലിയ റിലയൻസ് അല്ലെങ്കിൽ ശ്രീറാം ഫിനാൻസ് അങ്ങനെയുള്ള കമ്പനികളും ഇതുപോലെ തന്നെ ഫണ്ട് ബോറോ ചെയ്യുന്നുണ്ട് ഒരു ഫിക്സഡ് റിട്ടേൺ തന്നുകൊണ്ട്. ഇതിൻ്റെ ഇൻകം എപ്പോഴും ഫിക്സ് ഇൻകം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിനായിട്ട് വരുന്നത് ഫിക്സഡ് ഇൻകം FD. പിന്നെ നമ്മൾ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രഷറി ബില്ലുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ബോണ്ടുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, ഇതിലേക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 6% മുതൽ മാക്സിമം ഒരു 14% വരെ മാത്രമേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. പക്ഷേ ഇത് പ്രോബബ്ലി നമ്മുടെ ഇക്വിറ്റീനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ റിസ്ക് വളരെ കുറവായിരിക്കും, മിനിമം റിസ്ക് ആയിരിക്കും. കാരണം ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷനെ ഒന്നും ഇത് ബാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്കിൽ വരുന്ന സ്റ്റോക്കിലുണ്ടാവുന്ന പല ഫാളുകളും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മളുടെ ഈ മ്യൂച്വൽ ഫണ്ടിനെയും അഫക്റ്റ് ചെയ്യും. പക്ഷേ നമ്മളുടെ ഈ ഡെപ്റ്റിലാവുമ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ കോർപ്പറേറ്റിൽ നിന്നുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിലായതുകൊണ്ട് അതൊരു ഫിക്സഡ് ഇൻകം ആയിരിക്കും. അതിന് വേറെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് വളരെ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി പറഞ്ഞ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഡെപ്റ്റ് ഞാൻ പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റും, അതുപോലെ തന്നെ ബോണ്ടുകളിലും ട്രഷറി ബില്ലുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിറ്റി അതുപോലെ തന്നെ ഡെപ്റ്റ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷേ ഇതിൽ ഏകദേശം ഒരു 65% മുതൽ 80% വരെ ഇക്വിറ്റിയിൽ സ്റ്റോക്കിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് ഉള്ള ഒരു 20% മുതൽ ഒരു 35% വരെ മാത്രമാണ് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇക്വിറ്റിയിൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വരിക. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു ഫാളോ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂസ് ബേസ് ചെയ്തിട്ടോ സ്റ്റോക്കിൽ എന്തെങ്കിലും ഫാള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു NAV വളരെയധികം ലോസിലേക്ക് പോകും. പക്ഷെ നമ്മൾ ഡെപ്റ്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ലോസ് ആവാതെ, അതായത് കുറച്ച് നമ്മൾ ഡെപ്റ്റിലും കുറച്ച് ഇക്വിറ്റിയിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ലോസ് വരാതെ നമുക്ക് അവിടെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹൈബ്രിഡ് ഫണ്ടുകളുടെ ഒരു അഡ്വാൻറ്റേജ് അതാണ്.
മുഴുവൻ തുകയും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ഇക്വിറ്റി, കൂടുതൽ ഇക്വിറ്റിയിൽ, ഏകദേശം 65 പോലെ 80% ഇക്വിറ്റിയിലും ബാലൻസ് വരുന്ന 20 to 35% ഡെപ്റ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏകദേശം നമ്മൾ ലാർജ് ക്യാപ്പിൻ്റെ പറഞ്ഞു, ലാർജ് ക്യാപ്പിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ഇത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട്. ഈ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ വരുന്നത് ഇതൊക്കെ കമ്പനി ലാർജ് ക്യാപ്പിൽ വരുന്ന കമ്പനികളാണ്. അതുപോലെ തന്നെ നമ്മൾ മിഡ് ക്യാപ്പിൻ്റെ കേസ് പറഞ്ഞു, ഇത് നമ്മൾ മിഡ് ക്യാപ്പിൽ വരുന്ന കമ്പനീസാണ്. നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാർജ് ക്യാപ്പ് 100 കമ്പനീസ് ആണെങ്കിൽ മിഡ് ക്യാപ്പ് 100 തുടങ്ങി 250 വരെയുള്ള കമ്പനീസാണ്. നമുക്ക് അതിൻ്റെ കമ്പനികളുടെ പേരുകൾ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ വരുമ്പോൾ നമുക്ക് HDFC ആണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ളത്, അതുപോലെ റിലയൻസ്, ICIC. അതുപോലെ തന്നെ നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ അറിയാം അത് കഴിഞ്ഞിട്ടുള്ള കമ്പനീസ് 100 മുതൽ 250 വരെയുള്ള കമ്പനീസാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലേക്ക് വരുമ്പോൾ 250 പ്ലസ് ആയിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 5000 കോടിയിൽ താഴെ വരുന്ന കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളും. അതുപോലെ തന്നെ അതിൽ കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ റിലയൻസ് ഒക്കെ ഈ സ്മോൾ ക്യാപ്പിലും വന്നിട്ടുണ്ട്, അത് സേഫ്റ്റിക്ക് വേണ്ടി ലാർജ് ക്യാപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ വരുന്ന ഇതൊക്കെ സ്മോൾ ക്യാപ്പിൽ വരുന്ന കമ്പനീസാണ്. ഇനി നമുക്ക് വേറൊരു സെഗ്മെൻറ്റ് കൂടി ഇതിൽ വരുന്നുണ്ട് ഇക്വിറ്റി തന്നെ, അത് ഫ്ലെക്സി ക്യാപ്പ് വരുന്നുണ്ട്. അതായത് ഫ്ലെക്സിബിളായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന എല്ലാ സ്മോൾ ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിൽ നിന്നും ലാർജ് ക്യാപ്പിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടി ക്യാപ്പ് വരുന്നുണ്ട്, അതും ഇതുപോലെ തന്നെ എല്ലാ സെക്ടറിൽ നിന്നും എല്ലാ ക്യാപിറ്റലൈസേഷനുള്ള ഫണ്ടുകളിൽ നിന്ന്, സ്റ്റോക്കുകളിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കുറച്ച് ഇതുപോലെ തന്നെ റിട്ടേൺസ് ഒക്കെ കൂടുതലായിരിക്കും കിട്ടുന്നത്. അസറ്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്ര ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇനി നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് എത്ര തരം ഉണ്ടെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിൽ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകം കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സ് സേവ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കാം. ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും, അതിൻ്റെ റവന്യൂ ഏണിങ്സൊക്കെ നല്ല ഗ്രോത്ത് ആയിരിക്കും. അത് മെയിൻലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിവിഡൻറ്റ് അവർ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് ഗ്രോത്ത് ബേസ് ചെയ്തിട്ട് ഗ്രോത്ത് കൂടുന്നു, ഏണിങ്സ് കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്സിൽ ഉള്ള ഡിവിഡൻറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് മെയിൻലി നമുക്ക് സ്മോള്, മിഡ്, ലാർജ് ക്യാപ്പിലുള്ള ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽസ്, അങ്ങനെയുള്ള ഡെപ്റ്റ് ആയിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്, അത് ഫിക്സഡ് ഇൻകം മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നതാണ് ELSS ഫണ്ട്. ELSS ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതായത് ഇത് നമുക്കൊരു ടാക്സ് എക്സെപ്ഷൻ ഏകദേശം 1,50,000 വരെ ആനുവൽ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ടാക്സ് എക്സെപ്ഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇത് സെക്ഷൻ 80C ഓഫ് ദ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ടാക്സ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിക്വിഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ELS എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോക്കിൻ പീരീഡ് ഉണ്ടാവും, മിക്കവാറും ചിലപ്പോൾ 3 ഇയർ വരെയൊക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടാണ്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ഈ എക്സിറ്റ് ലോഡ്, അതുപോലെ തന്നെ പിന്നെ ഒരു ലോക്കിൻ പീരീഡ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെപ്പോഴും ആ പേര് പറഞ്ഞ പോലെ ലിക്വിഡാണ്. നമുക്ക് ഏത് ടൈമിലും അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം.
അപ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മെയിൻലി ഡെപ്റ്റിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്, അതായത് കൊമേഴ്ഷ്യൽ പേപ്പർ, ഗവൺമെൻറ് സെക്യൂരിറ്റി, ട്രഷറി ബില്ല്. അപ്പം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു റിട്ടേൺ വളരെ കുറവാണെങ്കിലും റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റിസ്ക് മിനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മണി ഒരു ഹ്യൂജ് മണി നമുക്ക് ടെമ്പററി പാർക്ക് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ലിക്വിഡ് ഫണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വിഡ്രോ ചെയ്യാം. നമുക്കത് ലിക്വിഡ് എന്നുള്ള പേര് പോലെ തന്നെ നമുക്ക് ഏത് സമയത്തും നമുക്കത് വിഡ്രോ ചെയ്യാം, സെല്ല് ചെയ്യാം, അതുപോലെ ഏത് സമയത്തും ബൈ ചെയ്യാം. എപ്പോഴും അത് ലിക്വിഡ് അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവും. അതുപോലെ നമ്മുടെ കയ്യിൽ ഹ്യൂജ് ആയിട്ടുള്ള മണി ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ടെമ്പറലി പാർക്ക് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്തിട്ട് ആ വിഡ്രോ ചെയ്യുന്ന വരെയുള്ള സെല്ല് ചെയ്യുന്ന വരെയുള്ള ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. അത് നമുക്കൊരു എക്സാമ്പിൾസ് സഹിതം ഞാൻ പറഞ്ഞു തരാം. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺസ് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഫണ്ട് മാനേജറും അതുപോലെ തന്നെ ഒരു വലിയ ടീം ഉണ്ടാവും. അത് വളരെയധികം റിസർച്ച്, ഒരു ഫണ്ട് മാനേജറുടെ അണ്ടറിൽ ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് അനാലിസിസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ട് ഒരു വലിയ ടീം തന്നെ മാനേജ് ചെയ്തിട്ട് ഏത് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ റിട്ടേൺസ് കൂടുതലുള്ളപ്പോൾ പോലെ തന്നെ റിസ്ക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും. റിസ്ക്കും ഒബ്വിയസ്ലി കൂടുതലാണ്. പിന്നെ അതിൻ്റെ ഒരു ഫീസ് പറയും, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസ് റേഷ്യോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിന് ഒരു വലിയ ടീം തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതിൻ്റെ ഈ എക്സ്പെൻസ് റേഷ്യോ അഥവാ അതിൻ്റെ ഫീസ് ചാർജ് വളരെ കൂടുതലായിരിക്കും. അത് ഏകദേശം ഒരു 0.6% തുടങ്ങി 2.5% വരെ വരും. ഇപ്പം നമ്മൾ ആദ്യം ഈ പറഞ്ഞിരുന്നതൊക്കെ ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടായിട്ട് നമുക്ക് ഈ നിപ്പോണിൻ്റെ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. 0.67% ആണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. പിന്നെ പാസീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് പാസീവ് മ്യൂച്വൽ ഫണ്ട് നമ്മളുടെ ഈ പേര് പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരുപാട് എക്സ്പെൻസ് അവർക്ക് ആവശ്യമില്ല. കാരണം വലിയൊരു ടീം മാനേജ് ചെയ്തിട്ട് അധികം റിസർച്ചൊന്നും അനാലിസിസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു അണ്ടർലൈൻ അസറ്റ്, അതായത് നിഫ്റ്റി 50 എന്നുള്ളൊരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ്പ് ആ ഇൻഡെക്സിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേ സെയിം നിഫ്റ്റി 50ൽ എത്ര സ്റ്റോക്കുകളുണ്ടോ ആ സെയിം ആ ഇൻഡെക്സിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഫണ്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നിഫ്റ്റി 50 ചെയ്യുന്നെങ്കിൽ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിഫ്റ്റി 50യുടെ സെയിം എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നത് അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ടായിരിക്കും ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇവർ കൂടുതൽ ഇപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യിൽ 10.98% ആണ് HDFCയുടെ വെയിറ്റേജ്, അതുപോലെ റിലയൻസിൻ്റെ വെയിറ്റേജ്. അത് സെയിം പാറ്റേണിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിൻ്റെ ഫീസ് കുറവായിരിക്കും, റിട്ടേൺസും കുറവായിരിക്കും. ഇതിൻ്റെ ഫീസ് ഏകദേശം 0.06% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പാസീവ് ഫണ്ടുകളിലെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഫീസ് 0.06% മുതൽ 0.25% മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺസ് ഹൈ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ട് പോലെ അതിൻ്റെ റിട്ടേൺസ് ഹൈ ആയിരിക്കും, പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും.
അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ തരമുണ്ട്, എങ്ങനെ അത് ഏതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടാണ് ആവശ്യമെങ്കിൽ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. കാരണം കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല കമൻസും ലൈക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.